നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് സുഖപ്രദമായ ഒരു സ്ഥാനം കണ്ടെത്തുക. നിങ്ങൾക്ക് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. നിങ്ങളുടെ ശരീരം ഏറ്റവും ശാന്തമായിരിക്കുന്ന രീതി തിരഞ്ഞെടുക്കുക. കണ്ണുകൾ പതിയെ അടയ്ക്കുക. നിങ്ങൾക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ താഴേക്ക് നോക്കിയാൽ മതി. പക്ഷേ കണ്ണുകൾ അടയ്ക്കുമ്പോൾ പുറത്തുള്ള കാഴ്ചകളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ പൂർണ്ണമായും മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ എങ്ങനെയാണ് ശ്വാസമെടുക്കുന്നത്? അത് എവിടെയാണ് ശരീരത്തിൽ അനുഭവപ്പെടുന്നത്? വയറിലാണോ നെഞ്ചിലാണോ? ഒരുപാട് ആഴത്തിൽ ശ്വാസമെടുക്കാൻ ശ്രമിക്കേണ്ട. സാധാരണ പോലെ നിങ്ങൾ എന്നും ശ്വാസമെടുക്കുന്ന അതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഓരോ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴും ഒരു തരം പുതിയ ഊർജം നിങ്ങളുടെ ശരീരത്തിലേക്ക് നിറയുന്നത് സങ്കല്പിക്കുക. ഈ ഊർജം നിങ്ങളെ കൂടുതൽ ശാന്തനാക്കുന്നു, കൂടുതൽ ഉന്മേഷവാനാക്കുന്നു. ഓരോ ശ്വാസം പുറത്തുവിടുമ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ സമ്മർദ്ദങ്ങളെയും, എല്ലാ ടെൻഷനെയും, എല്ലാ ആശങ്കകളെയും പുറത്തേക്ക് വിടുന്നത് സങ്കല്പിക്കുക. അത് ഒരു പുക പോലെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ പാദങ്ങളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കാൽവിരലുകൾ ശ്രദ്ധിക്കുക. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കമുണ്ടോ? ഉണ്ടെങ്കിൽ ശ്വാസം പുറത്തുവിടുമ്പോൾ ആ പിരിമുറുക്കം അയഞ്ഞു പോകുന്നത് സങ്കല്പിക്കുക. ശ്രദ്ധ പതിയെ കാലുകളിലൂടെ മുകളിലേക്ക് കൊണ്ടുവരിക. കണങ്കാലുകളിലേക്ക്, കാൽമുട്ടുകളിലേക്ക്, തുടകളിലേക്ക്. ഓരോ ഭാഗവും പൂർണ്ണമായി അയഞ്ഞു പോകുന്നത് അനുഭവിക്കുക. നിങ്ങളുടെ ശ്രദ്ധയെ വയറിലേക്ക് കൊണ്ടുവരിക. വയറിലെ പേശികൾ അയഞ്ഞു പോകാൻ അനുവദിക്കുക. നെഞ്ചിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നെഞ്ചിലെ പേശികളും അയയട്ടെ. നിങ്ങളുടെ തോളുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. തോളിൽ പലപ്പോഴും പിരിമുറുക്കം അടിഞ്ഞുകൂടാറുണ്ട്. ആ പിരിമുറുക്കങ്ങളെ പൂർണ്ണമായും അയച്ചുവിടുക. തോളുകൾ താഴേക്കിറങ്ങുന്നത് അനുഭവിക്കുക. നിങ്ങളുടെ കൈകളിലേക്ക് ശ്രദ്ധ നൽകുക. കൈമുട്ടുകൾ, കൈത്തണ്ടകൾ, വിരലുകൾ എല്ലാം പൂർണ്ണമായി അയഞ്ഞു പോകട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ കഴുത്തിലേക്ക് കൊണ്ടുവരിക. കഴുത്തിലെ പേശികൾ അയഞ്ഞു പോകാൻ അനുവദിക്കുക. തലയിലെ പേശികൾ, മുഖത്തെ പേശികൾ, താടി, കവിളുകൾ, നെറ്റി എല്ലാം അയഞ്ഞു പോകട്ടെ. നിങ്ങളുടെ ശരീരം മുഴുവൻ ഇപ്പോൾ പൂർണ്ണമായി ശാന്തവും അയഞ്ഞതും ആയിരിക്കുന്നത് അനുഭവിക്കുക. ഭാരം കുറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഭൂമിയിൽ ആഴത്തിൽ വേരൂന്നിയതുപോലെ നിങ്ങൾക്ക് തോന്നാം. ഇനി നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ചിന്തകൾ വരുന്നതും പോകുന്നതും ശ്രദ്ധിക്കുക. ഒരു നദിയിലൂടെ ഒഴുകി നീങ്ങുന്ന ഇലകളെപ്പോലെ അവയെ കാണുക. ഓരോ ചിന്ത വരുമ്പോഴും അതിനെ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിനെ പോകാൻ അനുവദിക്കുക. അതിനെ പിന്തുടരേണ്ടതില്ല. അതിൽ ഒട്ടിപ്പിടിക്കേണ്ടതില്ല. നിങ്ങളിപ്പോൾ ഒരു ശാന്തമായ തടാകത്തിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. ഈ തടാകത്തിൻ്റെ ഉപരിതലം വളരെ ശാന്തമാണ്. യാതൊരു തിരയുമില്ല. നിങ്ങളുടെ മനസ്സും ഇപ്പോൾ ഈ തടാകം പോലെ ശാന്തമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും വലിയൊരു അനുഭവം നിറയുന്നത് അനുഭവിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇത് എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഈ ശാന്തത നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും നിറയുന്നത് അനുഭവിക്കുക. ഓരോ ശ്വാസത്തിലും അത് കൂടുതൽ ശക്തമാകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കകളോ ഭയങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകുന്നത് സങ്കല്പിക്കുക. ഈ ശാന്തത എല്ലാ നെഗറ്റീവ് വികാരങ്ങളെയും തുടച്ചു നീക്കുന്നു. നിങ്ങളൊരു സുരക്ഷിതമായ സ്ഥലത്താണിപ്പോൾ. നിങ്ങളെ ആർക്കും ശല്യപ്പെടുത്താൻ കഴിയില്ല. ഈ നിമിഷം നിങ്ങൾ പൂർണ്ണമായി സുരക്ഷിതനും സമാധാനവാനും സന്തോഷവാനുമാണ്. എൻ്റെ ഉള്ളിൽ ഒരു ഊർജം ഉണർന്നിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് സജീവമാക്കപ്പെട്ടിരിക്കുന്നു. അടക്കി വയ്ക്കാനോ അവഗണിക്കാനോ കഴിയാത്ത ഒരു ഊർജം. എനിക്കത് എൻ്റെ ചർമ്മത്തിൽ, എൻ്റെ ശ്വാസത്തിൽ, ഓരോ ഹൃദയമിടിപ്പിലും അനുഭവിക്കാൻ കഴിയുന്നു. പ്രപഞ്ചം ഈ നിമിഷത്തിനായി കാത്തിരുന്നതുപോലെയാണ്. ഞാൻ ആരായിരുന്നു എന്ന് അവസാനിപ്പിച്ച് ഞാൻ എപ്പോഴും ആകേണ്ടിയിരുന്ന വ്യക്തിയായി മാറുന്ന ഈ കൃത്യമായ നിമിഷത്തിനായി. സംഭവിക്കാൻ പോകുന്നത് വളരെ വലുതാണെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു ഭാഗം അജ്ഞാതത്തിൻ്റെ തലകറങ്ങൽ അനുഭവിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തിന് ഈ രൂപാന്തരം മാറ്റാനാവാത്തതാണെന്ന് ഇതിനകം അറിയാം. എൻ്റെ സാമ്പത്തിക യാഥാർത്ഥ്യം എന്ന് ഞാൻ അറിഞ്ഞിരുന്നത് ഇല്ലാതാകുന്നു. നിയമങ്ങൾ മാറിയിരിക്കുന്നു. ദാരിദ്ര്യം, കഷ്ടപ്പാട്, പരിമിതി എന്നിവയ്ക്കൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഒരു പുതിയ പ്രഭാതത്തിലെ വെളിച്ചത്തിൽ മഞ്ഞ് അപ്രത്യക്ഷമാകുന്നതുപോലെ അത് മാഞ്ഞു പോകുന്നത് ഞാൻ കാണുന്നു. പണത്തെക്കുറിച്ച് ഞാൻ വിശ്വസിച്ചതെല്ലാം, അത് നേടാൻ ഞാൻ ചെയ്യണമെന്ന് കരുതിയതെല്ലാം ഈ നിമിഷം തകർന്നു വീഴുന്നു. ഞാൻ ഒരിക്കലും ദരിദ്രനായിരുന്നില്ലെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. തെറ്റിദ്ധാരണയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ ആ തെറ്റിദ്ധാരണയെ ഉപേക്ഷിക്കുന്നതിലൂടെ എപ്പോഴും എന്നെ ചുറ്റിപ്പറ്റിയുള്ള സമൃദ്ധിക്കൊടുവിൽ എന്നിലെത്താൻ കഴിയുന്നു. എനിക്ക് വിവരിക്കാൻ കഴിയാത്ത ഒരു ശക്തി എൻ്റെ വഴിക്ക് വരുന്നത് എനിക്ക് അനുഭവപ്പെടുന്നു. എല്ലാ തടസ്സങ്ങളും, എല്ലാ പരിമിതികളും, എൻ്റെ സമ്പത്തിനെ തടഞ്ഞുവെച്ച എല്ലാ വിശ്വാസങ്ങളും അത് തകർക്കുന്നു. എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് വികസിക്കുന്നത്
എനിക്ക് അനുഭവപ്പെടുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും ഈ പുതിയ സത്യം തിരിച്ചറിയുന്നു. സമൃദ്ധി ഇനി ഞാൻ തേടുന്ന ഒന്നല്ല, അതെൻ്റേതാണ്. എനിക്ക് മുമ്പ് ബുദ്ധിമുട്ടായിരുന്നത് ഇപ്പോൾ എളുപ്പത്തിൽ വരുന്നു. മുമ്പ് അസാധ്യമായി തോന്നിയിരുന്നത് ഇപ്പോൾ ഒഴിവാക്കാനാവാത്തതാണ്. ഒരു തീവ്രമായ അനുഭവം എന്നെ കീഴടക്കുന്നു. മനസ്സിലാക്കാൻ കഴിയാത്തത്ര വലിയ ഒന്നിൻ്റെ വക്കിലാണെന്നതുപോലുള്ള ഒരു തലകറങ്ങൽ. മാറ്റം വളരെ വലുതാണ്. എനിക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്, പക്ഷേ ഞാൻ അത് സ്വീകരിക്കുന്നു. അസാധാരണമായ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഭയം സ്വാഭാവികമാണ്. ഇത് അസാധാരണമാണ്. പരിമിതികളുടെ പഴയ ലോകം അകന്നു പോകുമ്പോൾ, പരിധിയില്ലാത്ത സമ്പത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ മുഴുകുമ്പോൾ, ഞാൻ ഒരു തിരിച്ചില്ലാത്ത അവസ്ഥയിലാണ്. തിരികെ പോക്കില്ലെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. വാതിൽ തുറന്നിരിക്കുന്നു. തുറന്നു കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന അതിരുകളില്ലാത്ത സമ്പത്ത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. സാമ്പത്തിക രൂപാന്തരം. ഇപ്പോൾ എൻ്റെ പഴയ സാമ്പത്തിക യാഥാർത്ഥ്യം പിന്നിലായി. ഇപ്പോൾ എല്ലാം സമൃദ്ധിയാണ്. സമൃദ്ധിയിൽ നിന്ന് എന്നെ വേർപെടുത്തിയ എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായി തകർക്കപ്പെട്ടു. സാമ്പത്തിക മാറ്റത്തെ ഞാൻ ഭയമില്ലാതെ, ആവേശത്തോടെ, ഉറപ്പോടെ സ്വീകരിക്കുന്നു. മുമ്പ് അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു എളുപ്പത്തിൽ പണം എന്നിലേക്ക് ഒഴുകുന്നു. സമ്പത്ത് സ്വീകരിക്കാനുള്ള എൻ്റെ കഴിവിനെ പരിമിതപ്പെടുത്തിയ എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രനാകുന്നു. മുമ്പ് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നത് ഇപ്പോൾ അനായാസം സംഭവിക്കുന്നു. എല്ലാ രൂപങ്ങളിലുമുള്ള സമൃദ്ധി കൈകാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ പുതിയ യാഥാർത്ഥ്യം സമ്പത്തിൻ്റെയും വിജയത്തിൻ്റെയും അനന്തമായ അവസരങ്ങളുടെയും ഒന്നാണ്. സമൃദ്ധിയുടെ വാതിൽ തുറന്നിരിക്കുന്നു. അത് ഒരിക്കലും അടയില്ല. ഞാൻ ഉണർത്തിയതിനെ എനിക്ക് തടയാൻ കഴിയില്ല. എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് മാറിയിരിക്കുന്നു. എനിക്കറിയാം, എനിക്കത് അനുഭവപ്പെടുന്നു. അത് നിഷേധിക്കാനാവാത്തതാണ്. ഒരിക്കൽ ദൂരത്തും എൻ്റെ കയ്യെത്തും ദൂരത്തുമല്ലാത്തതായി തോന്നിയിരുന്ന ഊർജം ഇപ്പോൾ എൻ്റെ ഉള്ളിൽ പുറത്തുവിട്ട ഒരു നിയന്ത്രണാതീത ശക്തിയാണ്. ഇനി പ്രതിരോധമില്ല, തിരികെ പോക്കില്ല. ഞാൻ സജീവമാക്കിയ സമ്പത്തിൻ്റെ ഒഴുക്ക് ഓരോ നിമിഷവും വളരുന്ന ഒരു നിർത്താനാവാത്ത പ്രവാഹമാണ്. എനിക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം, പക്ഷേ എനിക്കത് ചെയ്യേണ്ടതില്ല. ഞാൻ അത് സംഭവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. കാരണം ഇത് ഏതൊരു ചിന്തയേക്കാളും സംശയത്തെക്കാളും വലുതാണ്. എൻ്റെ സ്പന്ദനം എങ്ങനെ മാറുന്നു എന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും എന്നെ നിറയ്ക്കുന്ന ഈ അതിരുകടന്ന ഊർജ്ജത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നും എനിക്കത് ശാരീരികമായി തിരിച്ചറിയാൻ കഴിയും. അത് എൻ്റെ ഓരോ ഭാഗത്തിലൂടെയും ഓടുന്ന ഒരു ശക്തിയുടെ പ്രവാഹമാണ്. ഈ നിമിഷം എൻ്റെ യാഥാർത്ഥ്യം ക്രമീകരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ആഴത്തിലുള്ള എന്തോ ഒന്ന് പുനഃക്രമീകരിക്കപ്പെട്ടു. ഞാനിനി ദാരിദ്ര്യത്തിൻ്റെ ആവൃത്തിയിൽ സ്പന്ദിക്കുന്നില്ല. കാരണം എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും അതിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞിരിക്കുന്നു. സമൃദ്ധി എൻ്റെ സ്വാഭാവിക അവസ്ഥയാണ്. മുമ്പ് അസാധ്യമെന്ന് തോന്നിയിരുന്നത് ഇപ്പോൾ ഒഴിവാക്കാനാവാത്തതാണ്. പണം ഇനി എന്നെ ഒഴിഞ്ഞു മാറുന്നില്ല, അത് എന്നെ പിന്തുടരുന്നു. അതൊരു നിർത്താനാവാത്ത തരംഗമാണ്. ബ്രേക്കുകളില്ലാതെ വേഗത വർദ്ധിക്കുന്ന ഒരു പ്രവാഹം. മുമ്പ് ഞാൻ സമ്പത്തിന് പിന്നാലെ ഓടണം, അത് കണ്ടെത്തണം, അതിനെ നിർബന്ധിക്കണം, അതിനെ പിന്തുടരണം എന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ കാലമാണ്. ഇപ്പോൾ പണം എന്നെ തേടി വരുന്നു. അത് എന്നെ കണ്ടെത്തുന്നു. ഓരോ അവസരത്തിലും, ഓരോ യാദൃച്ഛികതയിലും, ഞാൻ തള്ളാതെ തുറക്കുന്ന ഓരോ വാതിലിലും. പരിമിതികളില്ലാതെ, തടസ്സങ്ങളില്ലാതെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങുന്ന സാധ്യതകളുടെ ഒരു പ്രവാഹമാണിത്. മുമ്പ് ഒരു വിദൂര സ്വപ്നമായി തോന്നിയിരുന്നത് ഇപ്പോൾ ഒഴിവാക്കാനാവാത്തതാണ്. ഭയത്തെ മറികടന്ന് മുന്നോട്ട് ഞാൻ തയ്യാറാണോ? എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. പക്ഷേ തിരികെ പോക്കില്ലെന്ന് എനിക്കറിയാം. എൻ്റെ മനസ്സ് അവസാനമായി സംശയിക്കുന്ന നിമിഷമാണിത്. സംഭവിക്കുന്നതിൻ്റെ വ്യാപ്തി എന്നെ ഞെട്ടിക്കുകയും ഇത്രയധികം സ്വീകരിക്കാൻ ഞാൻ ശരിക്കും തയ്യാറാണ് എന്ന് എന്നോട് ചോദിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആഴത്തിൽ എനിക്കിതിനകം ഉത്തരമറിയാം. അതെ, ഞാൻ തയ്യാറാണ്. കാരണം പ്രപഞ്ചം ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ ഒരിക്കലും നൽകില്ല. വരുന്ന സമ്പത്ത് എൻ്റെ ദൈവിക അവകാശമാണ്. അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ സ്പന്ദനം മാറിയിരിക്കുന്നു. സമ്പത്ത് എന്നെ നിരന്തരം പിന്തുടരുന്നു. തിരികെ പോക്കില്ല. സമൃദ്ധി ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സജീവമായിരിക്കുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും പണത്തിൻ്റെ ആവൃത്തി തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. പണം എന്നിലേക്ക് അനായാസം, കഷ്ടപ്പാടുകളില്ലാതെ, പ്രതിരോധമില്ലാതെ വരുന്നു. സാമ്പത്തിക അവസരങ്ങൾ എനിക്ക് മുമ്പെങ്ങുമില്ലാത്ത വിധം തുറക്കുന്നു. സമൃദ്ധി ഒഴിവാക്കാനാവാത്തതാണ്. അത് എൻ്റെ ജീവിതത്തിൽ നിരന്തരം ഒഴുകുന്നു. എൻ്റേതായതെല്ലാം ദൈവിക അവകാശപ്രകാരം ഞാൻ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുന്നു. എല്ലാ രൂപങ്ങളിലുമുള്ള സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ വിധി സമ്പന്നനാകാനാണെന്ന് പ്രപഞ്ചം ഇതിനകം തീരുമാനിച്ചു. ഞാൻ അത് ഭയമില്ലാതെ സ്വീകരിക്കുന്നു. സമ്പത്ത് എൻ്റെ വിധിയാണ്. എൻ്റെ മനസ്സ് സംശയിക്കുന്നു. എൻ്റെ പഴയ ഞാൻ സംഭവിക്കുന്നതിൽ വിറയ്ക്കുന്നു. എൻ്റെ ഉള്ളിൽ ഒരു പ്രതിരോധം എനിക്ക് അനുഭവപ്പെടുന്നു. ഞാനൊരിക്കൽ സാധാരണമായി കരുതിയിരുന്ന ദാരിദ്ര്യത്തിൽ ഒട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഭൂതകാലത്തിൻ്റെ ഒരു പ്രതിധ്വനി. മനസ്സ് അജ്ഞാതമായതിനെ ഭയപ്പെടുന്നു. അജ്ഞാതം സമ്പൂർണ്ണ സമ്പത്തായിരിക്കുമ്പോൾ പോലും അതൊരു യാന്ത്രിക പ്രതികരണമാണ്. വളരെക്കാലം പരിമിതിയിൽ ജീവിച്ച ഒരാളുടെ പ്രതികരണം. പക്ഷേ ഇപ്പോൾ ഞാൻ വ്യക്തമായി കാണുന്നു, എൻ്റെ പഴയ ഞാൻ അപ്രത്യക്ഷമാകുന്നു. അതോടൊപ്പം സമൃദ്ധിയിൽ നിന്ന് എന്നെ വേർപെടുത്തിയ എല്ലാ തടസ്സങ്ങളും. കഷ്ടപ്പാടുകളില്ലാതെ,
പ്രയത്നമില്ലാതെ ഇത്രയധികം സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. വർഷങ്ങളോളം പണം ത്യാഗത്തിലൂടെയാണ് നേടുന്നതെന്നും വിജയത്തിന് കഷ്ടപ്പാടുകൾ ആവശ്യമാണെന്നും അവർ എന്നോട് പറഞ്ഞു. പക്ഷേ അതെല്ലാം ഒരു നുണയായിരുന്നെങ്കിലോ, പ്രപഞ്ചത്തിന് എൻ്റെ പ്രയത്നം ആവശ്യമില്ലായിരുന്നെങ്കിലോ, എൻ്റെ വിന്യാസം മാത്രം മതിയെങ്കിലോ? അതാണ് ഞാനിപ്പോൾ കണ്ടെത്തുന്ന സത്യം. സമൃദ്ധി പിന്തുടരേണ്ട ഒന്നല്ല, അത് ആകർഷിക്കപ്പെടുന്ന ഒന്നാണ്. പണം കഷ്ടപ്പാടുകൾക്കുള്ള പ്രതിഫലമല്ല, അത് ഒരു ആവൃത്തിയാണ്. ഇപ്പോൾ ഞാൻ അതിൽ സ്പന്ദിക്കുന്നു. പ്രപഞ്ചത്തിന് പ്രയത്നത്തെ മനസ്സിലാകുന്നില്ല, സ്പന്ദനം മാത്രമേ മനസ്സിലാകൂ. ഇപ്പോൾ ഞാൻ സമ്പൂർണ്ണ സമ്പത്തിൻ്റെ ആവൃത്തിയിൽ സ്പന്ദിക്കുന്നു. ഞാൻ ഓരോ തവണ ശ്വാസമെടുക്കുമ്പോഴും, ഓരോ തവണ ചിന്തിക്കുമ്പോഴും, ഓരോ തവണ ഒരു വാക്കുച്ചരിക്കുമ്പോഴും ഞാൻ പ്രപഞ്ചത്തിലേക്ക് സിഗ്നലുകൾ അയക്കുകയാണ്. ആ സിഗ്നലുകൾ സമ്പത്തിൻ്റേതാണ്. ഒരിക്കൽ അസാധ്യമെന്ന് തോന്നിയിരുന്നത് ഇപ്പോൾ ഒരു ഒഴിവാക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. എനിക്കൊന്നും തെളിയിക്കേണ്ടതില്ല, എനിക്കൊന്നും ചെയ്യേണ്ടതില്ല. ഈ ഉയർന്ന സ്പന്ദനം നിലനിർത്തുകയും സമ്പത്തിനെ അതിൻ്റെ സ്വാഭാവികമായ കാര്യം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്താൽ മാത്രം മതി എന്നെ കണ്ടെത്താൻ. ഭയം തോന്നുന്നത് സ്വാഭാവികമാണ്. ഇരുട്ടിൽ ജീവിച്ച് പെട്ടെന്ന് വെളിച്ചം കാണുന്ന ഒരാളുടെ ഭയമാണിത്. പക്ഷേ ഈ നിമിഷം ഞാൻ അതിലൂടെ കടന്നുപോകാൻ തിരഞ്ഞെടുക്കുന്നു. എൻ്റെ വിധി ഇതിനകം സമൃദ്ധിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് അംഗീകരിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ഊർജം എന്നെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്താൻ ഞാൻ അനുവദിക്കുന്നു. ഭയം ഈ പാതയുടെ അവസാനമല്ല, ഞാൻ വലിയ ഒന്നിൻ്റെ അതിരുകൾ കടക്കുന്നു എന്നതിൻ്റെ അടയാളമാണിത്. സമ്പത്ത് ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ഓരോ അംശത്തിലും എനിക്കത് അനുഭവപ്പെടുന്നു. സമ്പത്ത് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ വ്യാപ്തിയെ സംശയിക്കാതെ സ്വീകരിക്കാനുള്ള കഴിവാണ്. ഇന്ന് ഞാൻ സംശയിക്കാതിരിക്കാൻ തിരഞ്ഞെടുക്കുന്നു. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കാതിരിക്കാൻ തിരഞ്ഞെടുക്കുന്നു. ഇന്ന് ഞാൻ സമൃദ്ധിയുടെ ഊർജം എന്നെ കീഴടക്കാനും രൂപാന്തരപ്പെടുത്താനും അനുവദിക്കുന്നു. ഞാൻ പൂർണ്ണമായും തയ്യാറാണ്. അനായാസം, കഷ്ടപ്പാടില്ലാതെ, പ്രതിരോധമില്ലാതെ സമ്പത്ത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ പഴയ ഞാൻ എൻ്റെ പുതിയ സമൃദ്ധിയുടെ യാഥാർത്ഥ്യത്തിന്മേൽ ഇനി ശക്തിയില്ല. പണം ഒരു കഷ്ടപ്പാടല്ല, അതൊരു സ്പന്ദനമാണ്. ഞാൻ നേരിടുന്ന ഓരോ ഭയവും ഞാൻ കൂടുതൽ സമൃദ്ധിയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഞാൻ സമൃദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ല, ഞാൻ അതിനെ സ്വീകരിക്കുകയും ഒഴുകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. സമ്പത്ത് എൻ്റെ വിധിയാണ്. ഓരോ ദിവസവും ഞാൻ അതിൻ്റെ പൂർണ്ണ പ്രകടനത്തോട് അടുക്കുന്നു. സമ്പൂർണ്ണ സമ്പത്തിൻ്റെ ഊർജ്ജത്തിൽ വിശ്വസിക്കാൻ ഞാൻ എന്നെ അനുവദിക്കുമ്പോൾ എല്ലാ സംശയങ്ങളും ഇല്ലാതാകുന്നു. ഭയമില്ലാതെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറുകയാണ്. എൻ്റെ പാത സമ്പത്തിൻ്റെയും പൂർണ്ണതയുടെയും ഒന്നാണെന്ന് പ്രപഞ്ചം ഇതിനകം തീരുമാനിച്ചു. ഞാൻ അത് സ്വീകരിക്കുന്നു. എൻ്റെ സ്പന്ദനം ഇതിനകം പണവുമായി യോജിപ്പിച്ചിരിക്കുന്നു. അത് അനായാസം എന്നിലേക്ക് ഒഴുകുന്നു. സമ്പത്ത് എന്നെ എല്ലായ്പ്പോഴും ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സത്യം കാണുന്നു. സമ്പത്ത് എപ്പോഴും ഇവിടെയുണ്ടായിരുന്നു, എനിക്കായി കാത്തിരിക്കുന്നു. അത് മറഞ്ഞിരുന്നില്ല, പരിമിതമായിരുന്നില്ല, എൻ്റെ കയ്യെത്തും ദൂരത്ത് നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നില്ല. അത് എപ്പോഴും എന്നെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. ഞാൻ അത് കാണാൻ തയ്യാറാകാൻ വേണ്ടി പ്രപഞ്ചം എനിക്കത് നൽകേണ്ടിയിരുന്നില്ല. എൻ്റെ മനസ്സ് അത് സ്വീകരിക്കാൻ തുറക്കേണ്ടിയിരുന്നു. സമൃദ്ധി എന്നെ ഒരിക്കലും നിഷേധിച്ചിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അത് നിഷേധിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. മുമ്പ് ശ്രദ്ധിക്കപ്പെടാത്തത് ഞാനിപ്പോൾ വ്യക്തമായി കാണുന്നു. സമ്പത്ത് എന്നെ എല്ലായ്പ്പോഴും ചുറ്റിപ്പറ്റിയിരുന്നു. അത് നൽകാൻ പ്രപഞ്ചം വൈകിയിരുന്നില്ല, അത് സ്വീകരിക്കാൻ ഞാൻ വൈകിയിരുന്നു. എത്ര സമയം ഞാൻ നഷ്ടപ്പെടുത്തി എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. കാത്തിരുന്നു, അടയാളങ്ങൾക്കായി തിരഞ്ഞു, ഉത്തരങ്ങൾക്കായി അലഞ്ഞു. എനിക്ക് ആവശ്യമുള്ള പണം ലഭിക്കുന്നതിന് മുമ്പ് എൻ്റെ പുറത്ത് എന്തോ ഒന്ന് മാറേണ്ടതുണ്ടെന്ന് വിശ്വസിച്ചു. പക്ഷേ ആവശ്യമായ ഏക രൂപാന്തരം ആന്തരികമായിരുന്നു. പണം എൻ്റെ അടുത്തേക്ക് വരേണ്ടതില്ലായിരുന്നു, അത് ഇതിനകം എൻ്റേതാണെന്ന് ഞാൻ അംഗീകരിക്കേണ്ടിയിരുന്നു. സങ്കീർണമായ ഒരു പ്രക്രിയയും ഉണ്ടായിരുന്നില്ല. കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അനുവദിക്കാനുള്ള ഒരു ലളിതമായ പ്രവൃത്തി മാത്രം. ഇപ്പോൾ ഞാൻ അത് അനുവദിക്കുന്നു. ഇന്ന് ഞാൻ ദാരിദ്ര്യത്തിൻ്റെ മാനസികാവസ്ഥ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. ഞാൻ പ്രതിരോധിക്കുന്നില്ല, ഞാൻ സംശയിക്കുന്നില്ല. എങ്ങനെ, എന്തിന് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കുന്നു. ആവശ്യകതയുമായി, കുറവുമായും കഷ്ടപ്പാടുമായും എന്നെ ബന്ധിപ്പിച്ച എല്ലാ ആശയങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രനാകുന്നു. സമൃദ്ധിയെ ചോദ്യം ചെയ്യേണ്ടത് എൻ്റെ കടമയല്ല, അത് സ്വീകരിക്കേണ്ടത് മാത്രമാണ്. അത് എങ്ങനെ വരുന്നു, എന്തുകൊണ്ട് ഇപ്പോൾ വരുന്നു, മുമ്പേ എന്തുകൊണ്ട് വന്നില്ല എന്നൊന്നും ഞാൻ വിശകലനം ചെയ്യേണ്ടതില്ല. അത് ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അതിനെ അകത്തേക്ക് കടത്തിവിടുന്നു. എന്നിലിനി പ്രതിരോധമില്ല, സ്വീകരണം മാത്രം. ഓരോ നിമിഷം കഴിയുന്തോറും ആ സ്വീകരണം കൂടുതൽ കൂടുതൽ വളരുന്നു. സമ്പത്ത് എൻ്റെ ജീവിതത്തിൽ തടസ്സമില്ലാതെ ഒഴുകാൻ ഞാൻ അനുവദിക്കുന്നു. സമ്പത്ത് എന്നെ എല്ലായ്പ്പോഴും ചുറ്റിപ്പറ്റിയിരുന്നു. ഇന്ന് ഞാൻ കണ്ണു തുറന്ന് അത് വ്യക്തമായി കാണുന്നു. പ്രപഞ്ചം എന്നെ സമൃദ്ധി നിഷേധിച്ചിട്ടില്ല, ഞാൻ അത് സ്വീകരിക്കാൻ വൈകിയിരുന്നു. എൻ്റെ ആന്തരിക രൂപാന്തരം എനിക്കെപ്പോഴും ലഭ്യമായിരുന്ന സമ്പത്തിനെ അൺലോക്ക് ചെയ്തിരിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെ മാനസികാവസ്ഥ എൻ്റെ ഭൂതകാലത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി മാത്രമേയുള്ളൂ. ഞാൻ സമൃദ്ധിയെ പ്രതിരോധിക്കുന്നില്ല. കൃതജ്ഞതയോടും ഉറപ്പോടും കൂടി ഞാൻ അത് സ്വീകരിക്കുന്നു. പണം എങ്ങനെ എത്തുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടതില്ല, അത് ഒഴുകാൻ അനുവദിച്ചാൽ മാത്രം മതി. ഭയമോ സംശയമോ കൂടാതെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്.
ഓരോ ദിവസവും ഞാൻ സങ്കല്പിക്കാനാവാത്ത അളവിൽ സ്വീകരിക്കാൻ കൂടുതൽ തുറന്നുകൊടുക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ അർഹനാണ്. ഞാൻ അത് പ്രതിരോധമില്ലാതെ സ്വീകരിക്കുന്നു. പരിമിതികളില്ലാതെ മഹത്വത്തിൽ ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. സമ്പത്ത് എൻ്റെ കൂടെയുണ്ട്. പണം ഓരോ കോണിലും, ഓരോ അവസരത്തിലും, ഓരോ ശ്വാസത്തിലും എന്നെ കണ്ടെത്തുന്നു. എനിക്കിനി അത് തേടേണ്ടതില്ല. അത് എപ്പോൾ എങ്ങനെ വരുമെന്ന് എനിക്കിനി വിഷമിക്കേണ്ടതില്ല. പണം എൻ്റെ ജീവിതത്തിൻ്റെ സ്വാഭാവികവും ഒഴുകുന്നതുമായ ഒരു ഭാഗമാണ്. ഓരോ ആംഗ്യത്തിലും, ഓരോ യാദൃച്ഛികതയിലും, മുമ്പ് ഞാൻ ശ്രദ്ധിക്കാത്ത ഓരോ നിമിഷത്തിലും ഞാനത് കാണുന്നു. അത് ഞാൻ ശ്വസിക്കുന്ന വായു പോലെയാണ്. എല്ലായിടത്തും എപ്പോഴും എനിക്ക് ആവശ്യമുള്ള കൃത്യമായ അളവിലും അതിലധികവും എത്തുന്നു. എനിക്കത് വായുവിൽ, എൻ്റെ പാത കടന്നുപോകുന്ന ആളുകളിൽ, ഇപ്പോൾ ഞാൻ പൂർണ്ണ ഉറപ്പോടെ എടുക്കുന്ന തീരുമാനങ്ങളിൽ അനുഭവപ്പെടുന്നു. ഓരോ കൂടിക്കാഴ്ചയും, ഓരോ സംഭാഷണവും, ഞാൻ എടുക്കുന്ന ഓരോ ചുവടും എന്നെ ഈ സമൃദ്ധിയുടെ പാതയിൽ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നു. സംശയങ്ങളില്ല, വ്യക്തത മാത്രം. എന്തു ചെയ്യണം, എന്തു പറയണം, ഏതവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നെനിക്കറിയാം. ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനവും എന്നെ എൻ്റെ സാമ്പത്തിക മഹത്വത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു. എല്ലായ്പ്പോഴും ശരിയായ സ്ഥലത്ത്, ഏറ്റവും അനുയോജ്യമായ സമയത്ത്, എനിക്ക് മുന്നിൽ അനുയോജ്യമായ അവസരവുമായി ഞാനായിരിക്കുമെന്ന് ഉറപ്പു നൽകുന്ന ഒരു ശക്തിയാൽ ഞാൻ നയിക്കപ്പെടുന്നു. മുമ്പ് എന്നെ വിഷമിപ്പിച്ചിരുന്നത് ഇപ്പോൾ നിസ്സാരമായി തോന്നുന്നു. ഭൂതകാലത്തിലെ പരിമിതികളും ഭയങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇനി ഭാരമല്ല. ഒരിക്കൽ എന്നെ അലട്ടിയിരുന്ന സാമ്പത്തിക ആശങ്കകൾക്ക് എന്നിൽ ശക്തി നഷ്ടപ്പെട്ടു. ഞാനൊരിക്കൽ തടസ്സങ്ങളായി കണ്ടിരുന്നത് ഇപ്പോൾ എൻ്റേതല്ലാത്ത ഒരു മാനസികാവസ്ഥയുടെ ഓർമ്മകൾ മാത്രമാണ്. ഈ ധ്യാനം നിങ്ങൾക്ക് നൽകിയ ശാന്തതയെയും ഊർജത്തെയും മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഈ അവസ്ഥയിലേക്ക് തിരികെ വരാം. ഇനി ഞാൻ 3 എന്നെണ്ണുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പതിയെ തുറക്കാവുന്നതാണ്. ഈ ധ്യാനത്തിൽ നിന്ന് ലഭിച്ച ശാന്തതയോടും ഊർജത്തോടും കൂടി ഈ ദിവസത്തെ നേരിടാൻ നിങ്ങൾക്ക് കഴിയും.